മോനെ ഇങ്ങനെ ഓരോ ജനമായിട്ട് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ല നമുക്ക് പേടിയാവുന്നു. ಕುഴಪುಂಡಾವಿಲ್ಲ. ಈಕೆ ಮೊಣಕಾಲಿನ ಕೆಳಗೆ ನೆರಗಳಿಗೆ ಪೆಟ್ಟು ಬಿದ್ದಿದೆ. 2 ವಾರ ರೆಸ್ಟ್ ಬೇಕಾಗುತ್ತೆ. ಪ್ಲಾಸ್ಟರ್ ಹಾಕ್ತೇವೆ. എന്തുവാ പറഞ്ഞേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാൽ കൊറേ നേരം ഏതാണ്ട് പറഞ്ഞല്ലോ. എല്ല് പൊട്ടിയിട്ടുണ്ടോ? ഏയ് അത് ഈ ഡോക്ടർമാരുടെ ഭാഷയെ പറഞ്ഞ മസിൽ ഫൈബർ ക്രാക്കിംഗ്. നമ്മുടെ ഭാഷ പറഞ്ഞാലോ? നമ്മുടെ ഭാഷയിൽ മുട്ടിന് താഴെ കണങ്കാലിന് കുറച്ച് മുകളിലായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അല്ലെ ഡോക്ടറുടെ ഭാഷ കേട്ടപ്പോഴേ ക്രാക്ക് എന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു കൊച്ചു താഴെ വീട് തലയിടിച്ച് വട്ടായി പോയെന്ന്. അല്ല മക്കൾക്ക് നേരത്തെ കുറച്ചുണ്ടല്ലോ ചുമ്മാ. അല്ല അമ്മ അങ്ങനെ വിചാരിച്ചു പോയത്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ യാത്ര ചെയ്യാനും നടക്കാനൊന്നും പറ്റില്ല. ഓ അത്രേ ഉള്ളോ? അയ്യോ അപ്പൊ എന്റെ അരങ്ങേറ്റോ? ഉടനെ നടക്കത്തില്ല മോളെ. അതോ കല്യാണമൊന്നുമല്ലല്ലോ, അരങ്ങേറ്റമല്ലേ. ഇനിയിപ്പോ 2 ആഴ്ച മനസ്സമാനത്തോടെ ഇവിടെ തന്നെ താമസിക്കാമല്ലോ. വീൽ ചെയർ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരെണ്ണെടുത്തോ. നീ ഈ നാഗവല്ലിയുടെ ഭാവം കളഞ്ഞേച്ചൊന്ന് അടങ്ങു വെച്ചേ. ഉണ്ടക്കണ്ടെടുത്ത് അകത്ത് പോയി. ആദ്യമായിട്ടാ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന ഒരാളെ ഇങ്ങനെ ആശുപത്രി കൊണ്ടുവരേണ്ടിയിരുന്നു. ഓ അത് സാരമില്ല, ശീലമായിക്കോളും. പ്രഭാകർ സാറ് ഇങ്ങോട്ടെങ്ങാനും? ഇല്ല അങ്ങേരുടെ കാലടിഞ്ഞ് കിടക്കുക. ഓ അതോ അതിലേന്ന് വീണതാ, പട്ടി ഓടിച്ചു കയറ്റിയതാ. അയ്യോ എന്തോന്നയ്യോ, ചുമ്മാ കിടക്കുന്ന പട്ടിയെ കല്ലെറിഞ്ഞത് വെറുതെ വിടുവോ? ഏതായാലും കടിക്കാനുള്ള സന്മനസ് ആ പട്ടിയെ കാണിച്ചില്ലെന്നുള്ള ആവശ്യം. ചേച്ചി എന്തുവാടാ? അളിയെ ഇനി വിളിക്കാൻ ചീത്തയൊന്നുമില്ല. അത് നിനക്ക് ശീലമുള്ള കാര്യമല്ലേ, പുതിയതറിയൊന്നുമല്ലല്ലോ. ഇവിടെ വേണ്ട മാഡം. പിന്നെ പടി കയറാനല്ലേ വെറുതെക്ക് ബുദ്ധിമുട്ടുള്ളൂ. മാധവേട്ടനും ഞാനും താമസിക്കുന്ന താഴത്തെ മുറിയില്ല. അത് ഒഴിച്ചു തരാം. അയ്യോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ മോനെ? വെറുതെക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിലും വരില്ലല്ലോ. റഷീദ് നീ സുമേഷിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ മുറി ഇവർക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ പറ. മാധവേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ ഫാർമസി കൊടുത്തിട്ട് മരുന്ന് കൂടെ മേടിച്ചു. അങ്ങോട്ട് മാറി വണ്ടി തിരിക്കട്ടെ. പതുക്കെ മോളെ പിടിക്കേ. നോക്കി സ്റ്റെപ്പ് ഉണ്ട് അവിടെ. ആഹാ ഇത് നല്ല മുറിയാണല്ലോ. കൊള്ളാല്ലേ? കൊള്ളാം. ചേച്ചി ആ പ്ലാസ്റ്റർ ഇട്ട കാലെടുത്ത് മുകളിൽ വെക്കണം. നടുവയ്യാത്ത ഞാൻ പൊക്കി വെക്കണം. നിനക്കായാലെന്താ? അളിയന്റെ 18 മിസ്കാള്. ചേച്ചി ഒന്ന് തിരിച്ചു വിളിക്കും. എടുത്തോണ്ട് പോടാ. ഒരു ഹൃദവും ഇല്ലാത്തവൻ. നല്ല രസം. ദിഗച്ചേ നീ ആ ഫോൺ എടുത്ത് എന്റെ ഒരു ഫോട്ടോ ഇട്. നല്ല പോസ്റ്റാണ്. നിന്റെ ആ ഫാമിലി ഗ്രൂപ്പിലിട്. എന്നിട്ട് മോം റിലാക്സിംഗ് അറ്റ് മൂകാംബികാന്ന് കൂടെ കൊടുത്ത് പേടിച്ചിരിക്കട്ടെ. എല്ലാരും കാണട്ടെടി, കണ്ട് അസൂയപ്പെടട്ടെ. ഇവിടെ തന്തയുടെ തുറിച്ചു നോട്ടം കുശുമ്പോ അതുപോലെ തന്നെ. ഗ്രൂപ്പിലില്ലാത്തവരെ ഞാൻ തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം. അതിന് നിന്റെ സഹായം വേണ്ടല്ലോ എനിക്ക്. സൗദേ ഞാനാ. എങ്ങനെയുണ്ടടി? ഞാനിവിടെ മൂകാംബിയിൽ ഒരു വലിയ റിസോർട്ടിലാ. ഒരു പേരെന്തുവാടി? ഹെറിറ്റേജ് ലക്ഷറി റിസോർട്ടോ കേട്ടോ. കാശ് കൂടുതലാന്ന് വെച്ചാൽ ശീലിച്ചൊക്കെ മാറ്റാൻ പറ്റുമോ? അരങ്ങേറ്റമൊന്നും നടന്നില്ല. പടിക്കട്ടിന്ന് വീണ് പെണ്ണ് കാലടിച്ചു വെച്ചിരിക്കുക. അതങ്ങനെ മാനത്തോട്ട് നോക്കിയില്ലയോ നടപ്പ്? കലാകാരി. പിന്നെ റിസോർട്ടിന്റെ MD വന്നിരിക്കുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ബിസി പേഴ്സണാ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. വേണേ പറഞ്ഞാൽ മതി കേട്ടോ ചേച്ചി. ഓ അല്ല പോരെ, ഇവിടെ നമ്മുടെ മലയാള മാസികളൊക്കെ കിട്ടും. ഓന്നോ? എന്നാലേ ഏതെങ്കിലും ഒരെണ്ണം, അല്ല ഈ മാസത്തെ എല്ലാം ഒരെണ്ണം വാങ്ങിച്ചോ. നിനക്കല്ലേ വേണ പെണ്ണെ? ജാനകി സുബ്രഹ്മണ്യത്തിന്റെ ലേറ്റസ്റ്റ് ഡാൻസ് പ്രോഗ്രാമിന്റെ DVD കിട്ടും. ജാനകി സുബ്രഹ്മണ്യം? അതെ, ജാനകി സുബ്രഹ്മണ്യത്തിന്റെ കൃഷ്ണലീലയല്ലേ? എന്റെ ഉണ്ട്, ഞാൻ തരാം. മോനെ അതെ വരുമ്പോ 2 പാക്കറ്റ് ലേസൂട്ടം മേടിച്ചോണേ. പച്ച മതിയേ, പച്ച. നല്ല ഇറക്കായി. ഏത് കളർ ലേസാ വേണ്ടത്? പച്ച. മേളുടെ മുറികളിൽ ഇനി ആരെങ്കിലും വീഴാനുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടേ. കിടത്താൻ എന്റെ മുറിയുണ്ട്.